പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ദൈവവചന പഠനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ റവറൻഡ് ഡോക്ടർ എം.എ. വർഗീസ് അനുഗ്രഹീതമായ ദൈവവചന പഠനങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനും നിത്യതയ്ക്കും ആധാരമായ അനുഗ്രഹീതമായ ചിന്തകൾ നിങ്ങൾ കേൾക്കുവാൻ 7 മണിയാകുമ്പോൾ ഞങ്ങളുടെ ചർച്ചിൻ്റെ ഈ ചാനൽ ട്യൂൺ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ പ്രഭാതങ്ങളിലും കർത്താവിൻ്റെ ദാസൻ റവറൻഡ് എബ്രഹാം വർഗീസ് പ്രെയർ മൗണ്ടൻ നമുക്ക് വേണ്ടി ഒരുക്കുന്നു. അതും കാണുവാൻ ഞങ്ങളുടെ ചാനൽ ട്യൂൺ ചെയ്യുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഞായറാഴ്ചകളിലും പ്രഭാതത്തിൽ 7:45 ഞങ്ങളുടെ ആദ്യത്തെ സർവീസ് ആരംഭിക്കും. രണ്ടാമത്തെ സർവീസ് 10 മണിക്ക് ആരംഭിക്കുന്നു. ആരാധനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ ഞായറാഴ്ചകളിലും കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുക, സൗഖ്യം പ്രാപിക്കുക, വിടുതൽ പ്രാപിക്കുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ വചന പഠനത്തിന് മുൻപായി നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാം, ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. ഈ പഠനത്തിൻ്റെ ഉദ്ദേശം അകലം വിട്ടുപോകാതെ ക്രിസ്തുവിനോട് അടുക്കുക എന്നുള്ളതാണ്. അടുത്ത് ജീവിക്കാൻ, നിത്യതയിലെത്താൻ ഈ വചന പഠനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരുടെയും ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി ഒരുമിച്ച് പ്രാർത്ഥനയോടെ അല്പനിമിഷം ദൈവത്തെ ആരാധിച്ച ശേഷം നമുക്ക് വചന പഠനത്തിലേക്ക് പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. Oh, we worship you. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ. ആ മാർവോടു ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന്, ആ മാർവോടു ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന്, ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ. ക്രിസ്തുവിനോട് ഞങ്ങളെ അടുപ്പിക്കണം. ഈ ലോക ജീവിതത്തിൻ്റെ ചിന്തകളിലേക്ക് ഞങ്ങൾ പോകാതെ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം പിതാവ്. ക്രിസ്തുവിനോട് ഞങ്ങളെ അടുപ്പിക്കണം പിതാവ്. താങ്ക് യു ജീസസ്. മഹാത്മ്യമുള്ള യാഗത്താലേ വീണ്ടെടുത്തു ശാപക്കുരുക്കിൽ നിന്നും. മഹാത്മ്യമുള്ള യാഗത്താലേ വീണ്ടെടുത്തു ശാപക്കുരുക്കിൽ നിന്നും. ഞാൻ നിനയ്ക്കാത്ത നിക്ഷേപം ഏകി ശ്രേഷ്ഠന്മാരാൽ പന്തിയിലിരുത്തി.
ഞാൻ നിനയ്ക്കാത്ത നിക്ഷേപം ഏകി. ശ്രേഷ്ഠന്മാരാൽ പന്തിയിലിരുത്തി. തൃപ്തി വരും നേരം വരെ കാത്തിരുന്നു പിന്നെ കൈവിടാതെ. തൃപ്തി വരും നേരം വരെ കാത്തിരുന്നു പിന്നെ കൈവിടാതെ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ. ആ മാർവോട് ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന്. ആ മാർവോട് ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന്. ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. പല നാൾ കരുതി ഞാൻ ഏകനെന്ന്. അന്നാളിലവൻ എന്നോടു ചൊല്ലി. പല നാൾ കരുതി ഞാൻ ഏകനെന്ന്. അന്നാളിലവൻ എന്നോടു ചൊല്ലി. ലോകാന്ത്യത്തോളവും കൂടെ ഇരിക്കുന്നോൻ നിന്നോട് കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെ ഇരിക്കുന്നോൻ നിന്നോട് കൂടെ ഉണ്ട്. കർത്താവിൽ സന്തോഷം അവനെൻ ബലം. പാരിതിൽ പാർക്കും നാൾ അവനെൻ ബലം. അവനെൻ്റെ സംഗീതം വിശ്രമം. നാൾ തോറും അവനെൻ്റെ സർവ്വവുമേ. അവനെൻ്റെ സംഗീതം വിശ്രമം. നാൾ തോറും അവനെൻ്റെ സർവ്വവുമേ. ഞങ്ങളുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ വിശ്രമമായ ദൈവം, ഇന്ന് പകൽക്കാലം ഈ വചന പഠനങ്ങൾ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി വിടുതലായി മാറട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ. ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ സംഖ്യാപുസ്തകം പഠിക്കാൻ പോകുകയാണ്. അതിനകത്ത് കാണുന്ന പ്രശ്നം ഞങ്ങളിൽ ആരെയും തൊടാതെ, ഞങ്ങളുടെ മുന്നറിയിപ്പിനായി, ഞങ്ങളുടെ വീഴ്ചയിൽ നിന്ന് ഒഴിവാകേണ്ടതിനായി ഈ പുസ്തകം ഞങ്ങൾ പഠിച്ചു എന്ന് വരേണ്ടതിന് സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമേ.
ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ തൃക്കരങ്ങളിൽ തരുന്നു. ഞങ്ങളിൽ ആർക്കും കർത്താവേ ഇസ്രയേലിന് പറ്റിയ ഈ അബദ്ധം പറ്റാതെ, സംഖ്യാപുസ്തകത്തിൻ്റെ ചിത്രീകരണങ്ങൾ കൊത്തവണ്ണം പോകാതെ ദൈവത്തെ വിശ്വസിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണേ. പിറുപിറുപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറണേ. ദൈവ തേജസ്സിൽ ഞങ്ങളെ കാണണേ. മഹത്വം കർത്താവ് എടുക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രമത്തിൽ സംഖ്യാപുസ്തകമാണ് ഇന്ന് പഠിക്കേണ്ടത്. സംഖ്യാപുസ്തകം മരുഭൂമിയിലായ ഇസ്രായേൽ ജനത്തിന് 2 പ്രാവശ്യം സെൻസസ് എടുക്കുന്ന, അല്ലെ അവരെ എണ്ണുന്ന ഒരനുഭവം ഉണ്ടായി. ആ എണ്ണപ്പെടലിൻ്റെ ചരിത്രമാണ് ഒരളവിലിത്. ജനത്തിൽ പിറുപിറുപ്പുണ്ടാകുകയും അവർ ദൈവത്തെ അവിശ്വസിക്കുകയും ആകയാൽ 11 ദിവസം കൊണ്ട് തീരേണ്ടിയിരുന്ന മരുഭൂയാത്ര 40 വർഷമായി ദൈവം നീട്ടുകയും ഒരു തലമുറയെ അങ്ങനെ ദൈവം ഈ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളഞ്ഞ് അടുത്തൊരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുകയും ചെയ്ത ഒരു 39 ശിഷ്ടം വർഷങ്ങളുടെ ചരിത്രമാണ് നമ്പേഴ്സ് സംഖ്യാപുസ്തകം. സീനായിയുടെ ചുവട്ടിൽ വെച്ച് ഒരു പ്രാവശ്യം അവരുടെ സെൻസസ് എടുത്തു. 6,35,550 എന്ന് കണ്ടു. രണ്ടാമത്തെ പ്രാവശ്യം മോവാബിൽ വെച്ച് വീണ്ടും അവരുടെ സെൻസസ് എടുത്തു. അവരെ എണ്ണി 6,17,030 എന്ന് കണ്ടു. മരുഭൂമിയിൽ ഒരു തലമുറയെ ദൈവം നീക്കുകയും ഒരു പുത്തൻ തലമുറ ജനനം എടുക്കുകയും ചെയ്തു. അധികം കുറഞ്ഞില്ലെങ്കിലും 6 ലക്ഷത്തിൽ ശിഷ്ടം ആളുകൾ ഒരുമിച്ച് പോയതിൽ 1,720 പേർ ആദ്യത്തെ സെൻസസിനേക്കാൾ കുറവുണ്ട് എന്ന് കാണുകയും ചെയ്തു. മരുഭൂമിയിൽ കുടുങ്ങി അവർ കറങ്ങി നടക്കേണ്ടി വന്നു. വെറും 11 ദിവസത്തെ വഴിയായിരുന്നു അവർ കടക്കേണ്ടത്. ദേശം ഒറ്റുനോക്കുവാൻ പോയ ഇസ്രയേലിലെ നേതാക്കന്മാർ 40 ദിവസം കനാനിൽ ചുറ്റി നടക്കുകയും വളരെ അധ്വാനിച്ച് ആത്മാർത്ഥതയുടെ അടിത്തട്ടിൽ നിന്ന് വിവരങ്ങൾ സമ്പാദിക്കുകയും ശത്രുവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തങ്ങളെ തന്നെ അവർ ഭയന്നെങ്കിലും തങ്ങളുടെ ജീവനാശം അവർ പ്രതീക്ഷിച്ചെങ്കിലും അയക്കപ്പെട്ട ദൗത്യം പൂർത്തീകരിക്കേണ്ടതിന് മുന്തിരിക്കുലയും അത്തിക്കുലയും അറുത്തെടുത്ത് തണ്ടിൻ്റെ വെച്ച് തൂക്കിക്കൊണ്ടു വന്നെങ്കിലും ദൈവത്തെ വിശ്വസിക്കുന്നതിന് പകരം സ്വന്തം കണ്ണുകളെ വിശ്വസിച്ചു. അനേകർ പറയാറുള്ളതാണ്, ദൈവം പറഞ്ഞതല്ല ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ സ്വന്തം കണ്ണുകൾ, എൻ്റെ കാഴ്ച. അതെ, അത് വിശ്വസിച്ച ജനത്തെയാണ് 40 ദിവസങ്ങൾ അവർ കനാനിൽ കയറി എന്ന ആ കാരണത്താൽ അതിന് പ്രൊപ്പോഷിയേറ്റായിട്ട് 40 വർഷങ്ങൾ അവരെ ദൈവം മരുഭൂമിയിൽ ചുറ്റുമാറാക്കിയത്. അവർ പറഞ്ഞ നേതാക്കന്മാർ പറഞ്ഞ റിപ്പോർട്ടുകൾ വിശ്വസിച്ച് ആ നേതാക്കന്മാരെ അനുസരിച്ച് ജനത്തെ മുഴുവനും ദൈവം തുടച്ചു മാറ്റി. നല്ല റിപ്പോർട്ടുകൾ കൊണ്ടുവന്ന 2 വ്യക്തികളെ മാത്രം ആ തലമുറയിൽ നിന്ന് ശേഷിപ്പിച്ച് 6 ലക്ഷത്തിൽ ശിഷ്ടം ജനത്തെ മരുഭൂമിയിൽ തള്ളിയിട്ടു കൊന്നു. പകരം വേറൊരു തലമുറയെ ദൈവം ഉണ്ടാക്കിയെടുത്തു. ഇതാണ് ഏറെക്കുറെ ഒരു ചരിത്രം. അതിൽ ഭൂരിപക്ഷം പേരും മോശയുടെ അടുക്കൽ വന്ന് ദുർവർത്തമാനം പരത്തി എന്നാണ് കാണുന്നത്. നാം വിശ്വസിക്കാതെ പരത്തുന്ന പലതിനെയും ദൈവം വിളിക്കുന്നത് ദുർവർത്തമാനമെന്ന. ഒരു തലമുറയ്ക്ക് പുതിയ തലമുറയ്ക്ക് രൂപം കൊണ്ടു. ഞാൻ സാധാരണഗതിയിൽ പറയാറുണ്ട്, അടിമത്വത്തിൽ പിറന്ന ഒരു തലമുറയാണ് മിസ്രയീമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചത്. ദൈവം മോശെ വളരെ പ്രത്യേകമായി അഭിഷേകം ചെയ്ത് അവിടേക്ക് അയച്ചു. അദ്ദേഹം ഇസ്രയേലിൻ്റെ പ്രതിപുരുഷന്മാരെ ഒന്നിച്ചു കൂട്ടി അവരുടെ മുൻപിൽ അനേക അത്ഭുതങ്ങൾ കാണിച്ചു. തൻ്റെ വടി തറയിലിട്ടു, അത് സർപ്പമാകുന്നത് കാണിച്ചു. തൻ്റെ കൈ മാറിടത്തിലിട്ടു, അത് കുഷ്ഠമാകുന്നത് കാണിച്ചു. തിരിച്ചിട്ടു, കുഷ്ഠം മാറുന്നത് കാണിച്ചു. പച്ചവെള്ളം കയ്യിലെടുത്ത് തറയിൽ ഒഴിച്ചപ്പോൾ അത് രക്തമാകുന്നത് കാണിച്ചു. കയ്യിലെ വടി പാമ്പാകുന്നത് മുതൽ സർപ്പം തിരിച്ച വടിയാകുന്നത് വരെ പല കാര്യങ്ങളും കാണിച്ചു. ആ ജനം സമ്മതിച്ചു. തൽക്കാലത്തേക്ക് അവരത് അംഗീകരിച്ചു. പക്ഷേ ഒരു സ്ഥിരമായ വിശ്വാസമായി അവരത് മാറിയില്ല. അവരടിമത്വത്തിൽ ജനിച്ചവരാണ്. 4 തലമുറകളായി അവരടിമത്വം കണ്ടു വന്നവരാ, അല്ല 4 നൂറ്റാണ്ടുകളായി അവരടിമത്വം കണ്ടു വന്നവരാ. ആ ജനം നശിച്ചു. ആ ജനം ആകപ്പാടെ തകർന്നു.
അടുത്തൊരു തലമുറയെ ദൈവം അവിടെ ജനിപ്പിച്ചു. അവർ ജനിച്ചത് അടിമത്വത്തിൻ്റെ കീഴിലല്ല. കാര്യം പ്രകാശമുള്ളൊരു മേഘം അവർക്ക് മീതെ നിന്നതിനാൽ, ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശമുള്ളൊരു മേഘത്തിൻ്റെ കീഴിൽ ജനിച്ചതുകൊണ്ടാണ്. കഴിഞ്ഞ തലമുറയുടെ അകൃത്യം മോചിക്കത്തക്കവണ്ണം പ്രകാശമുള്ളൊരു പുത്തൻ തലമുറയെ ദൈവം ജനിപ്പിച്ചു. അതിനുവേണ്ടി 40 വർഷം മരുഭൂമിയിലെടുത്തു. ബുക്ക് ഓഫ് നമ്പേഴ്സ്, സംഖ്യാപുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ആരാണ്? ഇന്റേണൽ എവിഡൻസസ് സംഖ്യാപുസ്തകത്തിൽ തന്നെ ഉണ്ട്. 80 പ്രാവശ്യം അതിൽ കുറയാതെ യഹോവ മോശയോട് അരുളി ചെയ്തു എന്ന പ്രസ്താവന കാണാം. യഹോവ മോശയോട് അരുളി ചെയ്തു എന്ന പ്രസ്താവന കാണാം. മാത്രമല്ല, മറ്റാരെക്കാളും ഈ പുസ്തകം എഴുതുവാൻ യോഗ്യൻ മോശ തന്നെയാണ്. മോശ മിസ്രയീമിലെ സകല വിദ്യയിലും നിപുണനായിരുന്നു. ദൈവത്തിങ്കിൽ നിന്ന് ആലോചന പ്രാപിച്ച് ജനത്തെ വിടുവിച്ചവൻ മോശയാണ്. ജനത്തെ കൊണ്ട് നടത്തിയവൻ മോശയാണ്. ജനത്തിനു വേണ്ടി മധ്യസ്ഥത ചെയ്തത് മോശയാണ്. അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടത് മോശയാണ്. മോശയ്ക്കാണ് അവരെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. ഇതിൻ്റെ എഴുത്തുകാരൻ മോശ തന്നെ ആകണം. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാഹിത്യ പദങ്ങൾ, അതിനകത്തെ വാചകങ്ങൾ, ശൈലികളൊക്കെ ചിന്തിച്ചാൽ മോശയാണ് എന്ന് ഇന്റേണൽ എവിഡൻസിൽ നിന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. മോശയാണ് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എന്നതിൽ ഇസ്രയേലിന് സംശയമില്ല. എക്സ്റ്റേണൽ എവിഡൻസ്, ഇസ്രയേലിന് സംശയമില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതാണ്. ആകയാൽ അവർ ഈ പുസ്തകത്തെ മോശയുടെ 4-ാം പുസ്തകം എന്നാണ് വിളിക്കുന്നത്. ശമര്യയിലെ എഴുത്തുകാർക്കും, ഇസ്രയേലിൻ്റെ വെളിയിലാണ് ശമരിയ, ശമരിയിലെ എഴുത്തുകാർക്കും ഈ ആശയത്തോട് യോജിക്കുന്നതിൽ തെറ്റില്ല. അവിടുത്തെ ചരിത്രകാരന്മാർ പലരും ഇതിനെ മോശയുടെ പുസ്തകമായി തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. തിരുവചനത്തിലേക്ക് തിരിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം, 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം, ഈ തിരുവെഴുത്തുകളെല്ലാം നിരത്തി വെച്ച് വായിച്ചാൽ എല്ലാം തന്നെ സംഖ്യാപുസ്തകം മോശയുടേതാണ് എന്ന് സൂചനകൾ നൽകുന്നതാണ്. എന്നാൽ ചില ഭാഗങ്ങളിൽ മോശയെക്കുറിച്ച് മോശ ദൈവത്തോട് പറഞ്ഞു, മോശ ദൈവ മുമ്പിൽ ചെന്നു എന്നിത്യാദികൾ എഴുതിയിട്ടുണ്ട്. ഒരു തേർഡ് പേഴ്സണൽ റെഫറൻസ്. ആ തേർഡ് പേഴ്സണൽ റെഫറൻസ് അവിടെയും ഇവിടെയും കാണുന്നത് കൊണ്ട് ഞാൻ ദൈവ മുമ്പിൽ ചെന്നുവെന്ന് മോശ പറയുന്നതിന് പകരം മോശ ദൈവസന്നിധിയിൽ ചെന്നുവെന്ന് താൻ തന്നെ പറയുമോ എന്നൊരു സംശയമുണ്ട്. തിരുവചനം ആകപ്പാടെ നോക്കിയാൽ സ്വയം പ്രശംസിക്കാതിരിക്കേണ്ടതിന്, സ്വന്തം പേര് അധികം പ്രാവശ്യം ഉപയോഗിക്കാതിരിക്കേണ്ടതിന് ഒരു തേർഡ് പേഴ്സണൽ പ്രയോഗത്തിൽ തിരുവചനത്തിൽ അനേക ഭാഗങ്ങൾ കാണാം. അങ്ങനെ മോശയും തൻ്റെ സ്വന്തം പേർ എടുത്തെഴുതി ഒരു തേർഡ് പേഴ്സണൽ പ്രയോഗത്തിൽ പോയതാ. ഇത് ഞാനും പലപ്പോഴും അനുകരിക്കുന്ന ഒരു പാറ്റേണാണ്. ഞാൻ എന്ന പദം കൂടെ പറയാതിരിക്കേണ്ടതിന് സ്വന്തം പേര് ഉപയോഗിക്കാതെ റെപ്രസെൻറ്റേഷൻ ദൈവസഭയുടെയും ദൈവജനത്തിൻ്റെയും ഇടയിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്. അതൊരു എഴുത്തിൻ്റെ ശൈലിയ, സംസാര ശൈലിയ. ഇനിയും ടൈം, എപ്പോഴാണ് ഇത് എഴുതിയത്? ഏറെക്കുറെ 39 വർഷത്തെ ചരിത്രം ഇതിനകത്തുണ്ട്. അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 13-ാമത്തെ മാസമാണ് അവർ ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ കാലഘട്ടം ഏറെക്കുറെ 39ഓളം വർഷങ്ങളാണ്. അവർ 25 ലക്ഷത്തോളം ജനം മരുഭൂമിയിൽ കറങ്ങി നടന്നു. 25 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ 16 മൈലുകൾ നീളത്തിലും വീതിയിലും കൂടാരങ്ങൾ അടിച്ച്, 1-ാമത്തെ അധ്യായത്തിലും 26-ാമത്തെ അധ്യായത്തിലും ഒക്കെ നോക്കിയാൽ ഇത് നമുക്ക് കാണാൻ കഴിയും. ദീർഘമായി നടന്ന ഒരു ചരിത്രം, അലഞ്ഞു വലഞ്ഞ ഒരു ചരിത്രം ഇവിടെ കാണാനുണ്ട്. യേശുവിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പല റെഫറൻസസ് ഉണ്ട്. യേശുവിനെക്കുറിച്ച് പുസ്തകം എന്തു പറയുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. 1, മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പമായി യേശുവിനെ ചിത്രീകരിക്കുന്നു. നമ്പേഴ്സ് 21-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മോശ മരുഭൂമിയിൽ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തി. എന്തായിരുന്നു സാഹചര്യം നോക്കാം. അവർ ഇറങ്ങി നടക്കുന്ന മരുഭൂമി അഗ്നിസർപ്പങ്ങളും തേളുമുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ കാവലും പ്രൊട്ടക്ഷനും അവർക്കുണ്ടായിരുന്നതിനാൽ അഗ്നിസർപ്പങ്ങളും തേളുകളും അവരെ തൊടാതെ വണ്ണം ദൈവം അവരെ പരിപാലിച്ചു. അഗ്നിസർപ്പങ്ങൾ അവരെ കടിക്കത്തില്ല. ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നതിൽ പലയിടങ്ങളിലും മാരകമായ പലതും ഉണ്ടെങ്കിലും നമ്മെ തൊടാതെ പോകുന്നതിൻ്റെ കാരണം നാം ദൈവിക സംരക്ഷണത്തിലും പരിപാലനത്തിനും കീഴിലാണ് എന്നത് മാത്രമാണ്. പക്ഷേ അവരൊരിക്കൽ ദൈവത്തോട് പിറുപിറുത്തു.
ഈ നിസ്സാരമായ മന്നയല്ലാതെ ഞങ്ങൾക്ക് വേറെ എന്തുണ്ട് കഴിക്കാൻ എന്നൊക്കെ ചോദിച്ചു. അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ആ പ്രശ്നത്തിൽ ഇസ്രായേൽ കുടുങ്ങിപ്പോയ കാരണത്താൽ ദൈവം അഗ്നിസർപ്പങ്ങളെ അയച്ചു. പലപ്പോഴും പിന്മാറ്റം ദൈവത്തിൻ്റെ കാവലിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരും എന്ന് മറക്കരുത്. ഒരു വ്യക്തി പിന്മാറി മടങ്ങി വന്ന് ദൈവത്തോട് അനുതപിച്ച് ഏറ്റു പറഞ്ഞാൽ ക്ഷമിക്കയില്ലയോ? ക്ഷമിക്കും. പക്ഷെ ദൈവത്തിൻ്റെ കാവലിൽ നിന്ന് പലപ്പോഴും വിട്ടുപോകും എന്ന് മറക്കരുത്. ഈ സാഹചര്യത്തിൽ ആ കാവലിൽ നിന്ന് വിട്ടുപോയതോടെ ദൈവം അഗ്നിസർപ്പങ്ങൾക്ക് അനുമതി കൊടുക്കുകയും അവർ ഇസ്രായേലിനെ കടിക്കുകയും ജനത്തിൽ വലിയൊരു ഭാഗം നശിച്ചു പോവുകയും ചെയ്തു. മോശ ദൈവസന്നിധിയിൽ വന്ന് കരഞ്ഞു. ജനം മോശയുടെ അടുക്കലും ദൈവത്തിൻ്റെ മുമ്പിലും കരഞ്ഞു. യഹോവ മോശയോട് പറഞ്ഞു, മോശേ, നീ പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്ക്, ഒരു കൊടിമരത്തിൻ്റെ മേൽ അതിനെ തൂക്ക്. അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ്, വിഷപ്പാമ്പിൻ്റെ കടിയേറ്റ് ഈ പിച്ചള സർപ്പത്തെ നോക്കുന്നവനെല്ലാം വിടുതൽ പ്രാപിക്കേണ്ടതിന് അതിനെ നിർത്തുക. ഞാൻ കൂടെ പറയാറുണ്ട്, പിച്ചള സർപ്പത്തെ ഉയർത്തിയ കൊടിമരത്തെ നോക്കിയാൽ ആരും രക്ഷപ്പെടുകയില്ല. പകരം പിച്ചള സർപ്പത്തെ തന്നെ നോക്കണം. ഈ പിച്ചള സർപ്പത്തെക്കുറിച്ച് യേശു ഒരു റെഫറൻസ് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാണ് എന്ന് യോഹന്നാൻ 3:14 കർത്താവായ യേശു പറയുന്നതായി കാണാം. യേശുവിനെ ഉയർത്തിയത് ക്രൂശിലാണ്. ക്രൂശിൻ്റെ രൂപത്തിൽ നോക്കുന്നവൻ രക്ഷപ്പെടുമെന്നല്ല പറഞ്ഞത്. ക്രൂശ് രൂപം ചിന്തിക്കുന്നവനോ വരയ്ക്കുന്നവനോ രക്ഷപ്പെടുമെന്നല്ല പറഞ്ഞത്. ക്രൂശിക്കപ്പെട്ടവനായ പിച്ചള സർപ്പത്തിൻ്റെ പൊരുളായ യേശുവിനെ നോക്കുന്നവൻ നോക്കി രക്ഷപ്രാപിക്കുവാൻ കർത്താവ് നമുക്കെന്ന പദവിക്കായി സ്തോത്രം. പിച്ചള സർപ്പമാണ് യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ നിഴൽ. നമ്പേഴ്സ് 24-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ബിലയാം എന്നൊരു പ്രവാചകൻ വരുന്നത് കാണാം. അദ്ദേഹം ഒരു ജാതീയ പ്രവാചകനാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് 100% ബിലയാമിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഞാൻ കണ്ടിട്ടൊന്നുമില്ലല്ലോ, പറഞ്ഞു കേൾവിയല്ലേ. രണ്ടായാലും യഹോവയായ ദൈവവുമായി അദ്ദേഹത്തെ അഭേദ്യ ബന്ധമുണ്ടായിരുന്നു. ദൈവം കൽപ്പിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം അനുസരിച്ചിരുന്നു. അദ്ദേഹം യഹോവയാം ദൈവത്തെ നന്നായി ഭയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ യഹോവയായ ദൈവത്തിനും വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ബിലയാമിനെ വിളിച്ച് ദൈവജനത്തെ ശപിപ്പിക്കുക എന്ന ബാലാക്കിൻ്റെ പ്രയോഗം അദ്ദേഹം ബിലയാമിൽ ഒരു ബലഹീനത കണ്ടു. മറക്കരുത്, പിശാച് നമ്മുടെ ബലഹീനത തപ്പി നടക്കുക. ഈ ഒരു ദൈവഭക്തൻ്റെ കയ്യിൽ ഒരു ബലഹീനത കണ്ടാൽ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നതാണ് ഒരു ബലഹീനത. ഞാനിവിടെ ഒരു വശം ഓർക്കുന്നു. ലോകത്തിലെ സാമാന്യ ബുദ്ധിക്ക് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഞങ്ങൾ പാർത്തു വരുന്ന ഗംഗാനഗറിൻ്റെ അടുക്കൽ, ഗംഗാനഗർ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തിനടുക്കൽ ഒരു സഹോദരൻ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് 2-3 മിനിറ്റ് നടന്നാൽ എത്തും, അത്രയും ദൂരത്തിലായിരുന്നു. ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, രാവിലെ ഇത്ര മണിയാകുമ്പോൾ ദയവായി എന്നെ ഒന്ന് വിളിക്കണം. ഫ്രണ്ട് റൂമിൽ വന്ന് ബെല്ലടിച്ചാൽ പക്ഷെ കേട്ടെന്ന് വരത്തില്ല, കാര്യം ബെല്ല് വർക്ക് ചെയ്യുന്നില്ല. ഫ്രണ്ട് റൂമിൽ മുട്ടിയാൽ ഒരു പക്ഷെങ്കിൽ ഞാൻ അകത്തെ റൂമിലാണ്, കേൾക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ ബെഡ്റൂമിൻ്റെ ജനലിലൊന്ന് തട്ടണം, തട്ടിയാൽ ഉപകാരമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാനും എൻ്റെ മക്കളിൽ ഒരാളും കൂടെയാണ് അവിടെ ചെന്നത്. ഞാൻ റോഡിൽ നിന്നതേ ഉള്ളൂ. എനിക്കൊരു മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു, കുഞ്ഞ് മോന് ആ മോട്ടോർ സൈക്കിളിൽ എൻ്റെ കൂടി ഇരിക്കുകയായിരുന്നു. ഞാൻ ആ മോട്ടോർ സൈക്കിളിൽ നിന്ന് ഇറങ്ങാതെ മോനെ മാത്രം ഇറക്കി വിട്ടു. അവൻ പോയി കതകിന് തട്ടി, ആരും അനങ്ങുന്നില്ല. ഞാൻ അവനോട് പറഞ്ഞു, മോനെ ആ ജനലിലൊന്ന് തട്ട്. അവൻ ജനലിൽ തട്ടിയപ്പോൾ റോഡിൽ പോയ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഒരിക്കലും കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കരുത്, ഒരിക്കലും ബെഡ്റൂമിൻ്റെ ജനലിൽ തട്ടരുത്. കാര്യം അകത്തിരിക്കുന്നവർ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പെട്ടെന്ന് ജനലിൽ തട്ട് കേൾക്കുമ്പോൾ തുറക്കുമ്പോൾ ഒരുപക്ഷെ കാണാത്തത് കണ്ടുപോയെങ്കിൽ എന്തു ചെയ്യും? കുടുംബമായിട്ടാണ് താമസിക്കുന്നതെന്ന ചിന്തയിൽ വഴിപോക്കൻ പറഞ്ഞ വാചകമാണ്. നമ്മുടെ മര്യാദ കെട്ട പലരും വ്യക്തികളുടെ രഹസ്യ ജീവിതങ്ങൾ ചെകഞ്ഞിറങ്ങുന്നത് കാണാം. ഇല്ല, ഒരിക്കലും അത് പാടില്ല. ബിലയാം ഒരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് ബാലാക്കിന് അറിയാമായിരുന്നു. ബാലാക്ക് ബിലയാമിനോട് പറഞ്ഞ് ജനത്തെ ശപിക്കണം. പക്ഷേ യഹോവയായ ദൈവം പറഞ്ഞ് ശപിക്കരുത്. ബിലയാമിൻ്റെ വായിൽ നിന്നൊരു വാക്ക് വീണാൽ പിന്നെ കെട്ടഴിക്കാൻ വേറെ നടക്കണം. അതുകൊണ്ട് ബിലയാമിനോട് പറഞ്ഞു, അരുതാത്തത് പറയരുത്. ബിലയാം അങ്ങനെ ദൈവത്തെ അനുസരിച്ചു. പക്ഷേ ബിലയാമിൻ്റെ വലിയ പരാജയം, അവൻ ഒടുവിൽ ദൈവജനത്തിൻ്റെ ബലഹീന വശം ബാലാക്കിന് പറഞ്ഞു കൊടുത്തു. ആ വശത്തോടെ അവൻ ജയിച്ചു. പക്ഷേ അവൻ പ്രവചന പദ്ധതിയുടെ നടുവിൽ ഒരു പദം വിളിച്ചു പറഞ്ഞു, യാക്കോബിൽ നിന്ന്
നക്ഷത്രമുദിക്കും. യാക്കോബിലെ നക്ഷത്രം എന്ന പദം യേശുവിനെ കുറിക്കുന്നതാണ്. ഇസ്രയേലിൽ നിന്ന് ചെങ്കോൽ ഉയരും. ചെങ്കോലും നക്ഷത്രവും യേശുവിനെ കുറിക്കുന്ന രണ്ട് പദങ്ങളാണ്. അത് ബിലെയാമിൻ്റെ വായിൽ നിന്ന് വന്നതാണ്. നമ്പേഴ്സ് 24 അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒന്നാമത്തെ പരാമർശം മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പത്തോട് ബന്ധപ്പെടുത്തിയാണെങ്കിൽ, രണ്ടാമത്തെ പദം യാക്കോബിൽ നിന്നുയർന്ന നക്ഷത്രവും, മൂന്നാമത്തെ പദം ഇസ്രയേലിൽ നിന്നുയരുന്ന ചെങ്കോലും അത്രേ. പഴയ നിയമത്തിൽ നമ്പേഴ്സിൻ്റെ പുസ്തകത്തിൽ മോശ പാറയെ അടിക്കുകയും പാറയിൽ നിന്ന് വെള്ളം ചാടിപ്പുറപ്പെട്ട് ജനത്തിന് കുടിപ്പാൻ കൊടുക്കുകയും ചെയ്തു. ആ പാറ ക്രിസ്തു ആയിരുന്നുവെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 10 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു. അവരെ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു ആയിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇതേ പരാമർശം അവിടെയും കാണുവാൻ കഴിയും. അങ്ങനെ അവരെ അനുഗമിച്ച് ആത്മീക പാറയായി ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നു. 5, മേഘം വഴി നടത്തി തണൽ കൊടുത്തു. അത് യേശു ക്രിസ്തുവിന് ഉദാഹരണമാണ്, നിഴല. അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും യഹോവ വെളിപ്പെട്ടു. പകൽ വെയിൽ കൊള്ളാതെ വണ്ണം തണൽ കൊടുക്കേണ്ടതിന് മേഘസ്തംഭത്തിൻ്റെ കീഴിൽ ദൈവം നടത്തി. അത് ദൈവത്തിൻ്റെ കൃപയാണ് മരുഭൂമിയിൽ നമ്മെ നടത്തുന്നത്. അത് മേഘസ്തംഭം. രാത്രിയിൽ അവർക്ക് ചൂടും വെളിച്ചവും കൊടുക്കേണ്ടതിന് അഗ്നിസ്തംഭത്തെ ദൈവം അയച്ചു. അതും ക്രിസ്തുവിന് നിഴലാണ്. അങ്ങനൊരു സംഭവം കാണാം. 6 സങ്കേത നഗരങ്ങൾ ഇസ്രയേലിൽ ഉണ്ടായിരുന്നതായി കാണാം. 6 സങ്കേത നഗരങ്ങൾ. അബദ്ധവശാൽ ഒരുവനെ കൊന്നുപോയവന് രക്തപ്രതികാരകന്റെ മുമ്പിൽ രക്തപ്രതികാരകനെ നേരിടേണ്ടതിന് പകരം ഓടിപ്പോയി ഒളിച്ചിരിക്കുവാൻ 6 സങ്കേത നഗരങ്ങൾ ഇസ്രയേലിൽ നിയമിച്ചു. ഈ സങ്കേത നഗരങ്ങൾ ക്രിസ്തുവാണ്. ജന്മനാൽ മരണത്തിന് വിധിക്കപ്പെട്ട, പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന വാക്കിന് അധീനമായി ആദാമ്യ സന്തതിയാകയാൽ പാപത്തിന് അടിമപ്പെട്ടു പോയ, മരണത്തിന് അടിമപ്പെട്ടു പോയ എനിക്ക് ദൈവിക വിധി നടത്തേണ്ടതിന് ഒന്ന് ഒളിച്ചിരിക്കുവാൻ ക്രിസ്തു എന്ന പിളർന്ന പാറയെ കർത്താവ് കാണിച്ചു തന്നു. മോശ ഒരിക്കൽ യേശുവിനെ ദൈവത്തെ ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചു. മോശയോട് ദൈവം പറഞ്ഞു, നീ കണ്ട പാറയുടെ കീഴിൽ വിള്ളലിൽ കടന്ന് ഒളിക്ക്. പിളർക്കപ്പെട്ട പാറ. അതെ, ഈ സങ്കേതത്തിൽ കയറുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. ക്രിസ്തുവിനെ ഈ രീതികളിൽ അവിടെ ചിത്രീകരിക്കുന്നു. അടുത്തത് താക്കോൽ ആശയം, താക്കോൽ വാക്യം എന്തെന്ന് ചിന്തിക്കാം. നമ്പേഴ്സിൻ്റെ താക്കോൽ ആശയം അലഞ്ഞു നടക്കുക എന്നതാണ്. ഒരിക്കലും ഒരു ദൈവപൈതലിന് അതുണ്ടാകരുത്. നമുക്കൊരിക്കലും അലഞ്ഞു നടക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ ദൈവിക വിളിയുടെ പൂർണ്ണതയിൽ നിന്ന് മാറിപ്പോയാൽ ഏതു ഭക്തനും, മോശ ഉൾപ്പെടെ, അലഞ്ഞു നടക്കേണ്ട സാഹചര്യമുണ്ടായി. അലഞ്ഞു നടക്കുക എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ സാരമായ ആശയം, താക്കോൽ ആശയം. ഇതിനകത്തുനിന്ന് 2 താക്കോൽ വാക്യങ്ങൾ എടുത്തുദ്ധരിക്കട്ടെ. നമ്പേഴ്സ് 14 അധ്യായത്തിൻ്റെ 22, 23 വാക്യങ്ങൾ. എൻ്റെ തേജസ്സും മിസ്രയീമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാരെല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്ത ദേശം അവർ കാണുകയില്ല. എന്നെ നിരസിച്ചവരാരും അത് കാണുകയില്ല. അവരെ നശിപ്പിച്ച് കളയുവാൻ ദൈവം തീരുമാനിച്ചു. ഇവരെ നശിപ്പിക്കേണ്ടതിനാണ് ഒരു 40 വർഷം മരുഭൂമിയിൽ എടുത്തത്. ആ 40 വർഷം കൊണ്ട് ഇവർ ഛേദിക്കപ്പെട്ടു. ഒന്നിച്ചൊരടി എല്ലാത്തിനെയും കൂടെ കളയാതെ അവരുടെ തലമുറകൾ ശേഷിക്കേണ്ടതിന് കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളായി ദൈവം അവരെ കൊന്നൊടുക്കി. അവർ വീണുപോയി. മിസ്രയീമിൽ നിന്നിറങ്ങിയവരെല്ലാവരും ഒരു സദ്വർത്തമാനം കേട്ടവരാണെങ്കിലും മിക്കവരിലും അത് വിശ്വാസമായി പരിണമിച്ചില്ല. പല പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാതെ വിശ്വാസമായി പരിണമിക്കാതെ അവർ സംശയിച്ച കാരണത്താൽ ആ തലമുറയെ ദൈവം നീക്കിക്കളഞ്ഞു. ഒരു പ്രാവശ്യം കൂടെ, എൻ്റെ തേജസ് മിസ്രയീമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാരെല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് മിസ്രയീമിൽ ഫറവോന്റെ മുമ്പിൽ ഞാൻ പീഡകൾ അയക്കുമ്പോൾ, ബാധകൾ അയക്കുമ്പോൾ, ഫറവോന്റെ ജനത്തെ ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ കണ്ടവരല്ലേ? അന്ന് വൻ പ്രതിസന്ധിയുടെ മുമ്പിൽ നിങ്ങൾ പിടിച്ചു നിന്നവരല്ലേ? അതിൻ്റെ മുമ്പിൽ നിങ്ങൾ നന്മ അനുഭവിച്ചവരല്ലേ? മരുഭൂമിയിൽ കയറിയിട്ടും
നിങ്ങൾ എത്ര അത്ഭുതങ്ങൾ കണ്ടു. അലറി വന്ന ചെങ്കടൽ നിങ്ങളുടെ മുമ്പിൽ പിന്മാറുന്നതും, നിങ്ങളെ വിഴുങ്ങുവാൻ വന്ന ശത്രുവിനെ ചെങ്കടൽ വിഴുങ്ങിക്കളയുന്നതും നിങ്ങൾ കണ്ടതല്ലേ? കുടിക്കുവാൻ വെള്ളമില്ലാതിരുന്ന സ്ഥലത്ത് പാറ പിളർന്ന് വെള്ളം തരുന്നത് നിങ്ങൾ കണ്ടവരല്ലേ? എത്രയെത്ര അത്ഭുതങ്ങൾ കണ്ടു. ആഹാരമില്ലാതെ വലഞ്ഞപ്പോൾ മന്ന എന്ന അപ്പം ഇട്ടു തന്നത് നിങ്ങൾ കണ്ടവരല്ലേ? മാംസമില്ലാതെ നിങ്ങൾക്ക് പറ്റുകയില്ലെന്ന് വാദിച്ചപ്പോൾ ഞാൻ കാടപ്പക്ഷിയെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നവരല്ലേ? മരുഭൂമിയിൽ എത്ര അടയാളങ്ങൾ കണ്ടു. ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എൻ്റെ അടയാളങ്ങൾ കണ്ടിട്ടും എൻ്റെ വാക്ക് കൈക്കൊള്ളാൻ മനസ്സില്ലാതെ, ഇനിയും അംഗീകരിപ്പാൻ മനസ്സില്ലാതെയായി. ഒരു ഒറ്റുനോട്ടത്തിന് വേണ്ടി കുറേ നേതാക്കന്മാരെ വിട്ടു. അവർ കാട്ടിവെച്ച പ്രശ്നമാണ് നമ്മൾ വീണ്ടും തൊടും. അതുകൊണ്ട് ഇപ്പം ഞാൻ അവിടെ നിന്ന് മാറുക. നിങ്ങൾ എന്നെ വിശ്വസിക്കാതെ, എൻ്റെ വാക്ക് കൂട്ടാക്കാതെ മനുഷ്യവാക്ക് നിങ്ങൾ അനുസരിച്ചില്ലേ? അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്ത ദേശം അവർ കാണുകയില്ല, എന്നെ നിരസിച്ചവരാരും അത് കാണുകയില്ല. ദൈവം നമ്മോടൊരു വ്യവസ്ഥ ചെയ്താൽ നാം ദൈവിക വ്യവസ്ഥയിൽ നിന്നേ മതിയാകും. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ദൈവത്തിൻ്റെ വചനം എടുത്ത് പഠിപ്പിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തെ വല്ലാതെ തൊട്ട ഒരു കാര്യമാണ്. ദൈവം ദാവീദിനോട് ഒരിക്കൽ സത്യം ചെയ്തു, നിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നിനക്കൊരു മകൻ ഇല്ലാതെ വരികയില്ല, നിന്റേത് നിത്യരാജ്യത്വമായിരിക്കും. ശലോമോൻ ദൈവത്തെ പ്രസാദിപ്പിച്ച സമയം അദ്ദേഹത്തോട് അത് ആവർത്തിച്ച് പറഞ്ഞു, നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമായിരിക്കും. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുവാൻ നിനക്കൊരു മകൻ ഇല്ലാതെ പോകുകയില്ല. പല പ്രാവശ്യം ദൈവം സത്യം ചെയ്ത് ഉറപ്പിച്ച ആ സിംഹാസനം ഒരു ദിവസം ദൈവമായി അത് കീറിക്കളഞ്ഞു, പറിച്ചു കീറി. കാരണം ശലോമോൻ ദൈവസന്നിധിയിൽ തെറ്റി. അവൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചു. ദൈവിക കൽപ്പനയുടെ ആഴങ്ങളിൽ ഇറങ്ങാതെ വണ്ണം ബോധിച്ചവരെ വിവാഹം കഴിച്ചു. തോന്നിയതുപോലെ സമ്പത്തുണ്ടാക്കി. ദൈവത്തിന് ഹിതകരമല്ലാത്തത് വന്നപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, രാജ്യത്വം ഞാൻ നിങ്കിൽ നിന്ന് കീറുകയാ, ഇനി ഞാൻ നിനക്കത് തരികയില്ല. നിന്റെ ദാസന്മാരിൽ ഒരുവന്, നിന്റെ ഭൃത്യന്മാരിൽ ഒരുവന് ഞാനത് കൊടുക്കയാ. നിന്റെ സന്തതിക്കല്ല, നിന്റെ ഭൃത്യന്മാരിൽ ഒരുവന് ഞാൻ രാജ്യത്വം എടുത്തു കൊടുക്കയാ. ഇതുപോലെ തന്നെ പൗരോഹിത്യവും ദൈവം അഹരോന് വാക്കു പറഞ്ഞതാ. അഹരോന്റെ പൗരോഹിത്യം നിത്യപൗരോഹിത്യമായിരിക്കും എന്ന് ദൈവം തന്നെ പറഞ്ഞതാ. അഹരോന്റെ മക്കളോട് ദൈവം അത് ആവർത്തിച്ച് സത്യം ചെയ്തതാ. 3-ാം തലമുറ ഫിനഹാസ് ഒരിക്കൽ ദൈവസന്നിധിയിൽ ഒരു ധീരകൃത്യം കാണിച്ചതിനാൽ വീണ്ടും ദൈവം അത് ആവർത്തിച്ച് ഫിനഹാസിനോട് വരെ സത്യം ചെയ്തതാ. പൗരോഹിത്യത്തെ സംബന്ധിച്ച് ഒരു ഭിന്നത ഇസ്രായേലിന്റെ നടുവിൽ ഉണ്ടായപ്പോൾ ഒരു ഉണങ്ങിയതായ ബദാമിൻ്റെ കമ്പ് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഒരു ബദാം കമ്പ് കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ വെക്കുവാൻ ആവശ്യപ്പെടുകയും ബദാം കമ്പ് എഴുന്നേറ്റ് നിന്ന് ഫലം കായ്ച്ച് പൂത്ത് കായ്ക്കുന്നത് ജനത്തിൻ്റെ മുമ്പിൽ കാണിക്കുകയും ചെയ്ത് അസാമാന്യമായ അത്ഭുതങ്ങളാൽ ദൈവം പൗരോഹിത്യം ഉറപ്പിച്ചതാ. കാലത്തിൻ്റെ പോക്കിൽ ഏലി എന്നൊരു പുരോഹിതൻ വന്നു. ഉദരപൂരണത്തിന് വേണ്ടി ദേവാലയ ശുശ്രൂഷ നടത്തുന്ന 2 മക്കൾ അദ്ദേഹത്തിനുണ്ടായി. വേണ്ടതുപോലെ ഉപവസിപ്പാനും മക്കളെ ക്രമത്തിൽ നടത്തുവാനും ഏലി പുരോഹിതന് കഴിയാതെ വന്ന സാഹചര്യത്തിൽ ശമൂവേൽ ബാലനോട് ദൈവം ഇടപെട്ടു. കേൾക്കുന്നവന്റെ ചെവി 2 മുഴങ്ങുമാറ് ഞാൻ ഈ പൗരോഹിത്യം ഇതെങ്കിൽ നിന്ന് വലിച്ചു കീറുകയാ. ഞാൻ ഇനി അവന് കൊടുക്കയില്ല. അവൻ ഈ ദ്രോഹം ചെയ്തതിനാൽ ഞാൻ ഈ ആലയത്തെയും നശിപ്പിക്കും. എൻ്റെ നാമം വിളിക്കപ്പെട്ട ബലത്തിൻ്റെ പെട്ടകമെന്നറിയപ്പെട്ട യഹോവയുടെ പെട്ടകം ഫെലിസ്ത്യർ പിടിച്ചുകൊണ്ടു പോകുകയും അവൻ്റെ ക്ഷേത്രങ്ങളിൽ കൊണ്ട് വയ്ക്കത്തക്കവണ്ണം ജനം അധപ്പതിക്കുകയും ചെയ്തു. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറയുമാറ് ഒരു ഈഖാബോധ് ആ കുടുംബത്തിൽ പിറന്നു വീണു. എന്തു പറ്റി? ദൈവം അഹരോനോട് പറഞ്ഞ, തൻ്റെ മക്കളോട് പറഞ്ഞ ദൈവിക നീതി അതിൽ നിലനിൽക്കുവാൻ, ന്യായപ്രമാണത്തിൽ നിലനിൽക്കുവാൻ ഇവർക്ക് കഴിയാതെ പോയി. ഇസ്രായേലിന് സംഭവിച്ചു. അവർക്ക് ദൈവപ്രമാണത്തിൽ നിൽക്കുവാൻ കഴിയാതെ പോയി. നമുക്ക് ദൈവപ്രമാണത്തിൽ നിൽക്കാം. ആ ജനം ഞാൻ പറഞ്ഞ വാഗ്ദത്ത ദേശം കാണുകയില്ല. പക്ഷെ ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കേണ്ടതിന് അടുത്തൊരു സന്തതിയെ തിരഞ്ഞെടുത്ത്, അതിനായി സ്തോത്രം. അഹരോന്റെ പൗരോഹിത്യം പോയെങ്കിലും ക്രിസ്തു മുഖേന നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റി. തിരഞ്ഞെടുക്കപ്പെടുന്ന നാം ഒക്കെയും രാജാക്കന്മാരും പുരോഹിതന്മാരുമായിരിക്കും. ആ പദവി നമുക്കുണ്ട്, സ്തോത്രം. പക്ഷെ അബദ്ധത്തിൽ അകപ്പെടാതെ നമുക്ക് ദൈവകൽപ്പന പാലിക്കാം.
രണ്ടാമത്തെ വാക്യം 20-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ്. കീ ആശയങ്ങൾ 20:12. യഹോവ മോശയോടും അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുക എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകയില്ല എന്നരുളി ചെയ്യുന്നു. സാധാരണ മനുഷ്യനിൽ മാത്രമല്ല എൻ്റെ ന്യായവിധി നടക്കുന്നത്. സാധാരണക്കാരൻ എന്നെ വിശ്വസിക്കാതെ വന്നതിനാൽ അവർ എൻ്റെ വാഗ്ദത്ത ദേശത്ത് കടക്കയില്ല. മോശ അഹരോനെ, നിങ്ങൾ നേതാക്കന്മാരാ. നിങ്ങളും എന്നെ അവിശ്വസിച്ചതിനാൽ, നിങ്ങളും എന്നെ വിശ്വസിക്കാതെ വന്നതിനാൽ, പാറയോട് കൽപ്പിക്കുവാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ എക്സാമ്പിൾ ലംഘിച്ചതിനാൽ നിങ്ങളും അവിടെ കയറുകയില്ല. ഞാൻ നിങ്ങളെയും ഇവിടെ തന്നെ തീർത്ത് കളയും. കറങ്ങി നടക്കേണ്ട നമ്പേഴ്സിൻ്റെ അനുഭവം, പല പ്രാവശ്യം എണ്ണപ്പെടേണ്ട, എണ്ണത്തിൽ വലിയ കുറച്ചിലില്ലെങ്കിലും കുറഞ്ഞുപോയ സാഹചര്യം. നമുക്കിതുണ്ടാകാതിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തരട്ടെ. 14-ാമത്തെ അധ്യായമാണ് അതിലെ കീ അധ്യായമായി എടുത്തിരിക്കുന്നത്. കീ അധ്യായമായി ഇസ്രായേലിൽ നിന്ന് ഒരു 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ച 12 നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുവാനും ആ 12 നേതാക്കന്മാരെ കനാനിലേക്ക് അയച്ച് ദേശം ഒറ്റുനോക്കുവാനും ദൈവം അവരോട് ആവശ്യപ്പെട്ടു. ദൈവം അവർക്ക് ചില പ്രീ കണ്ടീഷനുകൾ കൊടുത്തു. ഒന്ന്, ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുക. നിങ്ങളുടെ ജോലി അത് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുക. യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കേണ്ടതിന്, യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടതിന്, മരുഭൂമിയിൽ നിങ്ങളെ നടത്തിക്കൊണ്ട് വരുമ്പോൾ യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി ഞാൻ തന്നെ തന്നു. മേഘം പൊങ്ങുമ്പോൾ നിങ്ങൾ കൂടാരം പൊക്കണം. മേഘം മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ മൂവ് ചെയ്യണം. മേഘം നിൽക്കുമ്പോൾ നിങ്ങൾ കൂടാരം അടിക്കണം. പ്രമാണം ഞാൻ തന്നെ തന്നു. ഇപ്പോൾ ഇവിടെ എൻ്റെ ആത്മാവിനാൽ നിറഞ്ഞവരും എൻ്റെ ജ്ഞാനത്താൽ നിറഞ്ഞവരുമായ ഇസ്രായേലിൻ്റെ നേതാക്കന്മാരിൽ 12 പേരെ ഗോത്രത്തിന് 1 വീതം തിരഞ്ഞെടുത്ത് ഞാൻ അങ്ങോട്ട് അയക്കുക. എൻ്റെ വാഗ്ദത്തവും കൽപ്പനയും ഈ ദേശം നിങ്ങൾക്കുള്ളതാ. ഞാൻ തന്നു കഴിഞ്ഞു. അവിടുത്തെ സൈന്യത്തെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. അവിടുത്തെ ആളുകളുടെ വലിപ്പം കണ്ട് നിങ്ങൾ ഭ്രമിക്കരുത്. ഞാൻ ആ ദേശം നിങ്ങളുടെ മുമ്പിൽ തരികയാണ്. സർവ്വഭൂമിയും എൻ്റേതാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു. നിന്നേക്കാൾ ബലമുള്ള ജാതി, നിന്നേക്കാൾ മഹത്വമുള്ള ജാതി നിന്റെ മുമ്പിൽ നിൽക്കുന്നത് കാണുമ്പോൾ നീ ഭ്രമിക്കരുത്. കാര്യം നിന്നോടുകൂടെ ഉള്ള ദൈവം അവരോടുകൂടെ ഉള്ളവരെക്കാൾ വലിയവരാണ്. അവരോടുകൂടെ ഉള്ള അവരുടെ ദേവന്മാർ നിന്റെ സന്നിധിയിൽ നിന്റെ ബലത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മുമ്പിൽ പതറി ഓടും എന്നറിയാവുന്ന ദൈവം അത് മാനിഫെസ്റ്റ് ചെയ്യുവാൻ, എക്സസൈസ് ചെയ്യുവാൻ ഈ ജനത്തെ പറഞ്ഞയച്ചു. പക്ഷേ 10 പേരും പോയി ഉറ്റുനോക്കി. അതിലൊരു 10 പേർ ദൈവത്തിന് വിരോധമായി അവരവരുടെ ധാരണകളും അഭിപ്രായങ്ങളും ദുർവർത്തമാനമായി ജനത്തിൻ്റെ നടുവിൽ വന്നു പറഞ്ഞു. ഞാനതൊന്നുകൂടെ ആവർത്തിക്കാം. ഈ ജനം 40 ദിവസമാണ്, നേതാക്കന്മാർ 40 ദിവസമാണ് പോയത്. ഇതിനകത്ത് യോശുവയും കാലേബും എന്ന 2 വ്യക്തികളുണ്ട്. അവർക്ക് മറ്റ് നേതാക്കന്മാരെ പോലെയല്ല. വേറൊരു ബുദ്ധിയുണ്ട്, വേറൊരു ഉപദേശമുണ്ട്, വേറൊരു വിശ്വാസമുണ്ട്, വേറൊരു സമർപ്പണമുണ്ട്, അവർക്ക് വേറൊരു ധൈര്യമുണ്ട്. വാക്ക് പറഞ്ഞവൻ കൂടെയുണ്ട്. ആ ധൈര്യത്തിലാണ് അവർ പോയത്. പക്ഷെ 10 പേർക്ക് ആ ധൈര്യമില്ലായിരുന്നു. അവർ ജനത്തിൻ്റെ മുമ്പിൽ നേതാക്കന്മാരാ. മോശെ അവരെ അനുവദിച്ചു. എല്ലാവരെയും ആത്മീയർക്ക് ലഭിക്കുന്നത് പോലുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിച്ചു. അവരെയും മോശെ അനുഗ്രഹിച്ചയച്ചു. പോയി നിങ്ങൾ ദേശം ഒറ്റുനോക്കി വരിക. പട്ടണങ്ങൾ ഉറപ്പുള്ളതാണോ? ജനങ്ങൾ എങ്ങനെയുണ്ട്? ദൈവം പറഞ്ഞതുപോലെ ദേശം ഫലപുഷ്ടമാണോ? ഇതൊക്കെ നിങ്ങൾ നോക്കി വരണം. നിങ്ങളവരെ ജയിക്കുമോ തോക്കുമോ എന്ന് നോക്കുന്ന നിങ്ങളുടെ പണിയല്ല. കാര്യം അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നത് ദൈവം നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ ജനം പോയി 40 രാപകലുകൾ നന്നായി അധ്വാനിച്ചു. അനാഖ്യമല്ലന്മാരെയും മറ്റും കണ്ടപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ ഒന്നുമില്ല, അവരുടെ മുമ്പിൽ നമ്മൾ വെറും വെട്ടിക്കിളികളെ പോലെ ആകുന്നുവെന്ന് ഈ നേതാക്കന്മാർ പറഞ്ഞെങ്കിലും അനാഖ്യമല്ലൻ കാണാതെ അവൻ്റെ ദേശത്ത് നിന്ന് അവൻ കൃഷി ചെയ്ത മുന്തിരിയും അവൻ കൃഷി ചെയ്ത അത്തിയും അവയുടെ ഫലങ്ങൾ ചെത്തിയെടുത്ത് ഒറ്റയ്ക്കൊരു മനുഷ്യനെ കൊണ്ട് എടുക്കാൻ ഒക്കാത്തതാകയാൽ ഒരു തണ്ടിൻ്റെ മേൽ വെച്ച് കെട്ടി 2 പേർ ചേർന്ന് എടുത്തുകൊണ്ടുവന്നു. അവർ ആ ദേശത്തു നിന്ന് ഫലങ്ങൾ കൊണ്ടുവന്നു. അവരെ പിടിച്ചുകൊണ്ടു പോകേണ്ടതിന് വേണ്ടി രാജാവ് ആളുകളെ അയക്കുമെന്നത് അറിഞ്ഞപ്പോൾ അവർ രാഹാബിൻ്റെ വീട്ടിൽ വരെ അഭയത്തിന് വേണ്ടി കയറി. രാഹാബിൻ്റെ വീട്ടിൽ നിന്ന് രാഹാബ് അവളെ രക്ഷിച്ചു. ഇസ്രായേൽ ജനം കനാനെ ജയിക്കുമ്പോൾ രാഹാബിന് ജയത്തിൻ്റെ സാധ്യത ഉണ്ടോ എന്നും ജീവൻ്റെ സാധ്യത ഉണ്ടോ എന്നും വാക്കൊക്കെ പറഞ്ഞു. അവർ വളരെ ബുദ്ധിമുട്ടി ഫലവർഗ്ഗങ്ങൾ വന്നൊരു റിപ്പോർട്ട് കൊടുത്ത റിപ്പോർട്ടിന് 2 ഭാഗമുണ്ട്. ഒന്ന്, യഹോവ പറഞ്ഞതുപോലെ തന്നെ
ദേശം വളരെ ഫലവത്താണ്, ഏറ്റവും നല്ലതാണ്, നല്ല കാര്യം തന്നെ. യഹോവ പറഞ്ഞത് അതുപോലെ സത്യം. മറുവശം പട്ടണങ്ങൾ ബലമുള്ളത്, ആളുകൾ ശക്തന്മാർ. ഞങ്ങൾ അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നപ്പോൾ ഞങ്ങളൊരു വെട്ടിക്കിളിയാണെന്ന് തോന്നുന്നത് പോലെ അജാനബാഹുക്കളായ ഇവരുടെ മുമ്പിൽ നിൽക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയി. പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേന, ദേശത്തിൻ്റെ അധിപതിമാർ. ദേശത്തിൻ്റെ അധിപതി എന്ന് പറയുന്ന മനുഷ്യരക്തങ്ങളല്ല, മനുഷ്യൻ്റെ കാര്യമല്ല. ദേശത്തിൻ്റെ മേൽ ഭരണവും അധികാരവും നടത്തുവാൻ നിൽക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ, അവ ശക്തന്മാരാ. ഇവയെ കണ്ട് നമ്മൾ ഭയപ്പെടരുത്. ഇവയെ കണ്ട് ഭയന്നാണ് ഇവർ വന്നത്. ഇവർ വന്ന് മോശയുടെ മുമ്പിലും പിന്നെ ജനത്തിൻ്റെ മുമ്പിലും ദുർവർത്തമാനം പരത്തി എന്നാണ് ബൈബിൾ പറയുന്നത്. അവർ പിറുപിറുപ്പുകാരായി ദുർവർത്തമാനങ്ങൾ പരത്തി. നാം ദുർവർത്തമാനം പരത്തരുത്. ഇത് പരത്തുന്ന ചരിത്രമാണ് 14-ാം അധ്യായം. അതുകൊണ്ട് യഹോവയായ ദൈവം കോപിക്കുകയും ഈ ജനത്തെ ഞാൻ ഒരു കാലത്തും മുന്നോട്ട് പോകാൻ അനുവദിക്കുകയില്ല എന്ന് ദൈവം കൽപ്പിക്കുകയും ചെയ്തു. ദേവാലയം എന്ന പേരിൽ അടിച്ചിരുന്ന കൂടാരത്തെക്കുറിച്ച് യഹോവയായ ദൈവം പറഞ്ഞില്ല, ഞാൻ അവരുടെ നടുവിൽ വസിക്കുകയില്ല. അവരുടെ നടുവിലാണ് കൂടാരം അടിച്ച് ദേവാലയമാക്കി. 12 ഗോത്രങ്ങൾ ഇതിൻ്റെ 4 വശത്തായി പാർക്കുവാൻ 3 ഗോത്രങ്ങൾ വീതം തിരിച്ച് വലിയ മേജർ ഡ്രോയിങ്ങും ഒക്കെ ഉണ്ടാക്കി ദൈവം വെച്ചിരുന്നതാ. യഹോവയായ ദൈവം പറഞ്ഞു, ഇല്ല, ഞാൻ ഈ ജനത്തിൻ്റെ നടുവിൽ പാർക്കയില്ല. ഞാൻ അവരുടെ നടുവിൽ വസിച്ചാൽ ഞാൻ അവരെ കൊന്നുകളയും. മോശയോട് പറഞ്ഞു, മോശെ അങ്ങനെ വിട്, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കട്ടെ, നിന്നെ ഞാൻ വീണ്ടും വളർത്തും. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ദൈവം അത് പാലിച്ചിരിക്കും. ഈ ജനം അതിന് അർഹരായി ഇല്ലെങ്കിൽ ഞാൻ നിന്റെ കുടുംബത്തെ വളർത്തും. ഒറ്റപ്പെട്ട കുടുംബത്തെ വളർത്തുവാൻ എനിക്ക് കഴിയും. ആദാമെന്ന ഏകനിൽ നിന്ന് ഈ മനുഷ്യവർഗത്തെ മുഴുവനും ഉണ്ടാക്കുവാൻ കഴിഞ്ഞ് എനിക്ക് ഇനിയും വളർത്തുവാൻ കഴിയും. ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഇടത്ത് വളർച്ചയുടെ വാഗ്ദത്തം പ്രാപിച്ച് ഇറങ്ങിത്തിരിച്ച ദൈവ പൈതലേ, എന്നെയും നിങ്ങളെയും വളർത്തുവാൻ നമ്മുടെ ദൈവം ശക്തനാണെന്ന് മറക്കരുത്. ഞാൻ നിന്നെ വളർത്തും. മോശ പറഞ്ഞു, മോശെ വിട്. മോശ പറഞ്ഞു, ഇല്ല കർത്താവേ, ഇല്ല. മോശ ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്തു. ഇല്ല കർത്താവേ, ഇല്ല. അങ്ങ് എഴുതിയ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അടിയന്റെ പേർ മായ്ച്ചു കളഞ്ഞാലും ഇവരെ കർത്താവെ തിരസ്കരിക്കരുതേ. അവസാനം ദൈവം പറഞ്ഞു, മോശെ, ഈ ദേവാലയം ഇനി ദേവാലയം എന്ന് വിളിക്കപ്പെടുകയില്ല. ഞാൻ ഈ ജനത്തിന് നടുവിൽ വസിക്കുകയുമില്ല. കൂടാരമെടുത്ത് 2000 മുഴം മാറ്റി ഒരു ഭാഗത്ത് അടിക്കേ. ഇവർ 12 ഗോത്രങ്ങൾ ഒരുമിച്ച് വസിക്കട്ടെ. ഞാൻ അവരുടെ നടുവിലില്ല. അവരിൽ നിന്നൊരു 1000 മുഴങ്ങൾ മാറ്റി ഒരു കൂടാരമടിക്ക്. ഈ കൂടാരമടിക്ക് ഇന്നു മുതൽ അതിനെ സമാഗമന കൂടാരം എന്ന് വിളിച്ചാൽ മതി. ഞാനവിടെ വന്ന് വസിക്കുകയില്ല. എനിക്കെൻ്റെ ജനത്തെ കാണണ്ടപ്പോൾ, അവർക്ക് എന്നെ കാണണ്ടപ്പോൾ സമാഗമന കൂടാരത്തിൽ വരികയും അവിടെ വെച്ച് സമാഗതം നടക്കും. തമ്മിൽ കണ്ട ശേഷം ഞാൻ എൻ്റെ വഴിക്ക് പോവും, അവർ അവരുടെ വഴിക്ക് പോവും. ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കുക. 14-ാം അധ്യായം തകർച്ചയുടെ അധ്യായമായിരുന്നു. അവരാകെപ്പാടെ തകർന്നുപോയി. ഇനി ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഒരു ജനറൽ സർവേ ഒന്ന് പറയാൻ പോവാം. ഒരു ജാതിയായി ഇസ്രയേൽ പിറന്നു വീണു. അത് ആബീബ് മാസം 14-ാം തീയതിയായിരുന്നു. അന്ന് രാത്രിയിൽ ചോരത്തളിയും പെസഹയും ആചരിച്ചു. ദൈവം ജനത്തെ വിടുവിക്കുന്നത് യുദ്ധം കൊണ്ടല്ല, പകരം കരുണ കൊണ്ടാണെന്ന് തെളിയിക്കുവാൻ. മറുവശം യുദ്ധം ചെയ്ത് വേണം നിങ്ങൾ ദേശം പിടിച്ചെടുക്കുവാൻ. ഇന്ന് നിങ്ങൾ യുദ്ധം ചെയ്യുന്നെങ്കിലും ജയം തരുന്നത് ദൈവമാണ്, അത് തൻ്റെ കരുണ കൊണ്ടാണ് എന്ന് തെളിയിക്കുവാൻ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. 13-ാം മാസം അവർ ഈ പുസ്തകത്തിലെ ചരിത്രം ആരംഭിച്ചു, നമ്പേഴ്സിൻ്റെ ചരിത്രം ആരംഭിച്ചു. പിറന്നു വീണ ജനത്തെ ഡിസിപ്ലിൻ ചെയ്യാതെ കനാനിലേക്ക് പ്രവേശിപ്പിക്കാൻ ഒക്കത്തില്ല. ദൈവിക വാഗ്ദത്തം വലുതാണെങ്കിലും ആ വാഗ്ദത്തത്തിന് വേണ്ടി നമ്മെ ഒരുക്കിയേ മതിയാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ മോശയുടെ മേലുള്ള വിളി വലുതാണെങ്കിലും ആ വലിയ അഭിഷേകത്തെ വഹിക്കണമെങ്കിൽ തൻ്റെ തോളുകളെ ബലപ്പെടുത്തേണ്ടതിന് ടു ഗിവ് എ ഡേഞ്ചറസ് അനോയിൻറ്റിങ് ഓൺ ഹിം, അവനെ ശക്തീകരിക്കേണ്ടതിന് 80 വർഷം ദൈവത്തിന് വേണ്ടി വന്നു. ജോസഫ് വലിയ വാഗ്ദത്തങ്ങൾ ഉള്ളവനാണെങ്കിലും അഭിഷേകം തൻ്റെ മേൽ വഹിക്കേണ്ടതിന്, അദ്ദേഹത്തെ ട്രെയിൻ ചെയ്യേണ്ടതിന് പൊത്തിപ്പേറിൻ്റെ ഭവനവും പൊട്ടക്കിണറും കാരാഗ്രഹവും മറ്റും വേണ്ടി വന്നു. ട്രെയിനപ്പ് ചെയ്യാത്ത ഒന്നിനെ ദൈവം വാഗ്ദത്തത്തിൽ എത്തിക്കുന്നില്ല. ഒരു ജാതിയായി അവരെ ട്രെയിനപ്പ് ചെയ്യുവാൻ, ഡിസിപ്ലിൻ ചെയ്യുവാൻ ഒരു തലമുറയെപ്പോലും മാറ്റേണ്ടതായി വന്നു. ഉത്തരവാദിത്വപ്പെട്ടവരെ മാത്രമേ
ദൈവം വാഗ്ദത്ത ദേശത്ത് എത്തിക്കുന്നുള്ളൂ. ഉത്തരവാദിത്വപ്പെട്ടവരെ ഉത്തരവാദിത്വങ്ങൾ പഠിപ്പിച്ചെടുക്കേണ്ടതിന് അവരെ ഡിസൈപ്പിൾ ചെയ്തേ പറ്റുള്ളൂ, ഡിസിപ്ലിൻ ചെയ്തേ പറ്റുള്ളൂ. തലമുറ മാറി. നാം പിറുപിറുപ്പുകാരാകരുത്. കയ്പുള്ള വേര് നമ്മുടെ ഇടയിൽ മുളയ്ക്കരുത്. നാം ദൈവത്തെ പിൻപറ്റുന്നവരാകണം. സംഖ്യാപുസ്തകത്തിൻ്റെ ജനറൽ സന്ദേശം ഇതാ. കർത്താവേ, പിറുപിറുപ്പുകാരാകാതെ കേട്ട കേൾവി വിശ്വാസമായി പരിണമിപ്പിച്ചുകൊണ്ട് ദൈവത്തെ സേവിപ്പാൻ കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തം, തലമുറകൾക്ക് ലഭിച്ച വാഗ്ദത്തം നമ്മുടെ തലമുറയിൽ നടത്തിയെടുക്കേണ്ടതിന് ദൈവം മുമ്പിൽ വിശുദ്ധിയോടെ ജീവിക്കുകയും ചെയ്യുവാൻ സംഖ്യാപുസ്തകം നമുക്കൊരു സാധന പാഠമാകട്ടെ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവമേ, സംഖ്യാപുസ്തകം ഞങ്ങളുടെ സാധന പാഠമാണ്. ഞങ്ങൾക്കാർക്കും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകരുതേ. ഞങ്ങളെ അതിൽ നിന്ന് പാലിച്ചു വിടുവിക്കണേ. മഹത്വവാനായ ദൈവത്തിൻ്റെ ബലമുള്ള തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപയുള്ള കർത്താവിൻ്റെ കരങ്ങൾ കൊണ്ട് ഞങ്ങളെ തൊട്ടു താങ്ങണം. മഹത്വം കർത്താവിനാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.